മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂർ ടൗണിലെ മാലിന്യ നിക്ഷേപത്തിൽ കർശന നടപടികൾ എടുക്കാൻ തീരുമാനവുമായി നഗരസഭ. ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥിന്റെ നേതൃത്വത്തിൽ അധികൃതർ മിനി ബൈപ്പാസിന് സമീപത്തെ മാലിന്യം നിക്ഷേപിച്ച സ്ഥലങ്ങൾ സന്ദർശിച്ചു. ആനക്കൊമ്പ് കടത്ത് കോഴിക്കോട് നിന്നും 5 പേർ വനംവകുപ്പിന്റെ പിടിയിൽ. ഫരീദ്, വിൻസെന്റ് KV, അസീൽ, മുഹമ്മദ് ഹൻ, ദിൽഷാദ് എന്നിവരാണ് പിടിയിലായത്. ഗൂഡല്ലൂരിന് സമീപം വന്യജീവി ആക്രമണത്തിൽ വയോധികൻ കൊല്ലപ്പെട്ട പ്രദേശത്ത് ഡ്രോൺ ക്യാമറകളും സ്നിഫർ ഡോഗും ഉപയോഗിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തീവ്ര പരിശോധന നടത്തിവരുന്നു. വയോധികനെ കൊലപ്പെടുത്തിയത് കടുവയാണോ അതോ പുള്ളിപ്പുലിയാണോ എന്ന് ഇതുവരെ സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. നിലമ്പൂർ അഗ്നിശമന സേനാംഗങ്ങൾക്ക് മഴക്കാല പ്രവർത്തനങ്ങൾക്ക് റെയിൻകോട്ടുകൾ വിതരണം ചെയ്തു. റോട്ടറി ക്ലബ് നിലമ്പൂർ, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നിലമ്പൂർ യൂണിറ്റ് എന്നിവർ സംയുക്തമായാണ് റെയിൻകോട്ടുകൾ നൽകിയത്. വിശുദ്ധ റബീഉൽ അവൽ മാസത്തിന്റെ വരവേൽപ്പിന്റെ ഭാഗമായി നിലമ്പൂർ മണലൊടി തഖ്വ മസ്ജിദിന്റെ കീഴിൽ സംഘടിപ്പിച്ച ശുചീകരണ ദൗത്യം മാതൃകാപരമായി. വാർത്തകൾ വിശദമായി. നിലമ്പൂർ ടൗണിലെ മാലിന്യ നിക്ഷേപത്തിൽ കർശന നടപടികൾ എടുക്കാൻ തീരുമാനവുമായി നഗരസഭ. ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥിന്റെ നേതൃത്വത്തിൽ അധികൃതർ മിനി ബൈപ്പാസിന് സമീപത്തെ മാലിന്യം നിക്ഷേപിച്ച സ്ഥലങ്ങൾ സന്ദർശിച്ചു. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് വൻതോതിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ തള്ളിയിരിക്കുന്നത്. പുതിയ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന സ്ഥലങ്ങളിലും ഇതേ സാഹചര്യമാണ് വർഷങ്ങളായി നിലനിൽക്കുന്നത്. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് കുന്നുകൂടി കിടക്കുന്നത്. മാലിന്യ നിക്ഷേപം തടയുന്നതിന് കടകൾക്കും മറ്റും ഉടൻ നോട്ടീസ് നൽകുമെന്നും ഇത്തരത്തിൽ മാലിന്യ നിക്ഷേപം നടത്തുന്നത് കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിക്കുവാൻ ഉടൻ സംവിധാനം ഒരുക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് പറഞ്ഞു. ടോയ്ലറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ IRTCക്ക് ശരിക്കും അത് നമുക്ക് STP വരാൻ വേണ്ടി, അതായത് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വെക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ വായിച്ചത് അവർ 12 ലക്ഷം വെച്ചു. 1 കോടിക്കടുത്ത് ചിലവുണ്ട്. അതിപ്പോൾ ഇന്നലെ ഞാൻ അവരെ വിളിച്ചു. ഇന്ന് വരാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി, കുറച്ചും കൂടി അതിൽ ഒരു ക്രെഡിബിലിറ്റി നാട്ടുകാർക്ക് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് നാളെ അവർ നിർബന്ധമായിട്ടും വരാമെന്ന് ഞങ്ങളോട് ഏറ്റിട്ടുണ്ട്. നിയർലി 1 crore വരും. എത്ര വരും എന്ന് ഞാൻ ചോദിച്ചു. നിയർലി 1 crore എന്ന് പറഞ്ഞു. DPR റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് ഞങ്ങൾ വന്നതിന് ശേഷം ആയില്ല. പദ്ധതി നമുക്ക് സമർപ്പിച്ച് ഇതിൽ ഒരു ടോക്കൺ എമൗണ്ട് വെച്ചിട്ടാണ് പദ്ധതി സമർപ്പിക്കുന്നത്. പിന്നെ ആവശ്യമുള്ള ഫണ്ട്, കാരണം കുറച്ച് ഫണ്ട് കുറവല്ലേ, അത് CFC ഫണ്ട് വരുമ്പോൾ 50% അതിലേക്ക് മാറ്റി വയ്ക്കുക. കുടിവെള്ളവും പിന്നെ മാലിന്യ സംസ്കരണവും. അപ്പോൾ നമ്മളിപ്പോൾ ഇല്ലാത്ത തനത് ഫണ്ടോ അല്ലെങ്കിൽ പ്ലാൻ ഫണ്ടോ അതിലേക്ക് മാറ്റി വെക്കേണ്ട കാര്യമില്ല. അതാണ് ഞാനത് വിശദമായിട്ട് പറയാം പിന്നീട് എന്നുള്ളത് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എത്രയും നമുക്കിപ്പോൾ പറയണമെങ്കിൽ എത്ര ചിലവ് വന്നോ, എത്ര ചിലവ് വന്നാലും ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അവർ പണി കഴിയുന്നത്ര വേഗത്തിൽ തുടങ്ങാനും അതുപോലത്തെ ഈ വേസ്റ്റ് മാറ്റാൻ വേണ്ടി ബന്ധപ്പെട്ട എല്ലാ കടക്കാരും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ കടകൾക്ക് ആദ്യം നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ ഒന്നും ആയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ ചെയ്യാതിരിക്കേണ്ട. ഇനി ഒന്നും കൂടി അടിയന്തരമായിട്ട് ശരിക്കും അതിൻ്റെ നിയമപരമായിട്ടുള്ള അത് വെച്ച് പണിഷ്മെൻ്റ് ആണ് ശരിക്കും അവർക്ക് നൽകേണ്ട. അതെങ്ങനെയാണോ അതുപോലെ തന്നെ ചെയ്ത് പിന്നെ നീക്കം ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യും. അതേസമയം അവർക്ക് ഇനി ഇടാതിരിക്കാനുള്ള നടപടി. ഓണർ അതേപോലെ ഇതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ഫെൻസിങ്ങോ അല്ലെങ്കിൽ മറയോ അല്ലെങ്കിൽ അതുപോലെ തട്ടികൾ എന്തെങ്കിലും വെച്ച് മറയ്ക്കുകയോ എന്തെങ്കിലും ചെയ്ത് ഇനി അതിലേക്ക് തട്ടാതിരിക്കാനുള്ള ഏർപ്പാട് ഓണറോടും ആവശ്യപ്പെടും. ഇതാണ് നഗരസഭയ്ക്ക് ചെയ്യാൻ പറ്റുക. മാലിന്യ നിർമ്മാർജ്ജനത്തിനായുള്ള ദീർഘകാല പദ്ധതികൾ തയ്യാറാക്കുമെന്നും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് നടപ്പിലാക്കുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. വൈസ് ചെയർമാൻ ഷൌക്കത്ത് അലി കൂമഞ്ചേരി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുരേഷ് പാത്തിപ്പാറ, മേരീസ് ഷിബു, കൌൺസിലർമാർ, നഗരസഭാ സെക്രട്ടറി ഫിറോസ് ഖാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്ഥലങ്ങൾ സന്ദർശിച്ചത്. ആനക്കൊമ്പ് കടത്ത് കോഴിക്കോട് നിന്നും 5 പേർ വനം വകുപ്പിന്റെ പിടിയിൽ. ഫരീദ്, വിൻസെന്റ് KV, അസീൽ, മുഹമ്മദ് ഹൻ, ദിൽഷാദ് എന്നിവരാണ് പിടിയിലായത്.
തിരുവനന്തപുരം വനം ഇന്റലിജൻസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് കോഴിക്കോട് ഫ്ലൈയിംഗ് സ്ക്വാഡിന്റെയും താമരശ്ശേരി റേഞ്ചിന്റെയും സംയുക്ത പരിശോധനയിലാണ് കോഴിക്കോട് കക്കോടി പാലത്ത് ഭാഗത്തു നിന്നും കേരളത്തിലെ പ്രധാന ആനക്കൊമ്പ് കടത്ത് സംഘത്തിലെ പ്രധാന കണ്ണികളായ 5 പേരെ പിടികൂടിയത്. ഒരു ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ ആനക്കൊമ്പ് കടത്ത് വ്യാപകമാകുന്നത് സംബന്ധിച്ച തിരുവനന്തപുരം വനം ഇന്റലിജൻസ് നടത്തിയ അന്വേഷണത്തിൽ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് നിന്നും ആനക്കൊമ്പ് വിൽക്കുവാൻ ശ്രമിച്ച പ്രതികളെ വനം വകുപ്പ് പിടികൂടിയത്. ഗൂഡല്ലൂരിന് സമീപം വന്യജീവി ആക്രമണത്തിൽ വയോധികൻ കൊല്ലപ്പെട്ട പ്രദേശത്ത് ഡ്രോൺ ക്യാമറകളും സ്നിഫർ ഡോഗും ഉപയോഗിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തീവ്ര പരിശോധന നടത്തിവരുന്നു. വയോധികനെ കൊലപ്പെടുത്തിയത് കടുവയാണോ അതോ പുള്ളിപ്പുലിയാണോ എന്ന് ഇതുവരെ സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ വന്യജീവിയുടെ ആക്രമണത്തിലാണ് മരണം സംഭവിച്ചതെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂരിന് അടുത്തുള്ള 4-ാം നമ്പർ ഗ്രാമവാസിയായ ബാലകൃഷ്ണനാണ് മരിച്ചത്. വെള്ളം തുറന്നുവിടുന്നതിനായി വനമേഖലയോട് ചേർന്നുള്ള സ്വകാര്യ കോഫി തോട്ടത്തിലേക്ക് പോയതായിരുന്നു ഇദ്ദേഹം. രാത്രിയായിട്ടും തിരികെ എത്താത്തതിനെ തുടർന്ന് നാട്ടുകാരും ബന്ധുക്കളും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. തുടർന്ന് വനം വകുപ്പിന്റെ സഹായത്തോടെ നാട്ടുകാർ വീണ്ടും തിരച്ചിൽ ആരംഭിക്കുകയായിരുന്നു. വീടിന് ഏകദേശം 2 കിലോമീറ്റർ അകലെയുള്ള കോഫി തോട്ടത്തിൽ ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മൃതദേഹത്തിന്റെ ഭൂരിഭാഗവും വന്യജീവി ഭക്ഷിച്ച നിലയിലായിരുന്നു. പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം ഉള്ളതിനാൽ കടുവ ആക്രമിച്ചാണ് ഇദ്ദേഹം മരിച്ചതെന്നാണ് ഗ്രാമവാസികൾ പറയുന്നത്. എന്നാൽ ബാലകൃഷ്ണനെ കൊലപ്പെടുത്തിയത് കടുവയാണോ അതോ പുള്ളിപ്പുലിയാണോ എന്ന് വനംവകുപ്പ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. എന്നിരുന്നാലും വന്യജീവിയുടെ ആക്രമണത്തിലാണ് മരണം സംഭവിച്ചതെന്ന് അവർ ഉറപ്പു നൽകുന്നു. സംഭവം നടന്ന പ്രദേശത്ത് ഡ്രോൺ ക്യാമറകൾ ഉപയോഗിച്ച് പരിശോധന നടത്തിവരികയാണ്. വനംവകുപ്പിന്റെ സ്നിഫർ ഡോഗ് ചാർലിയും തിരച്ചിലിൽ പങ്കാളിയാകുന്നുണ്ട്. പ്രദേശത്തു നിന്നും വന്യജീവിയുടെ കാൽപ്പാടുകൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ വനംവകുപ്പ് ശേഖരിച്ചു വരുന്നു. ആക്രമണം നടത്തിയ മൃഗത്തെ കണ്ടെത്തുവാനായി പ്രദേശത്ത് ഓട്ടോമാറ്റിക് ക്യാമറകൾ സ്ഥാപിക്കുവാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. പരിശോധനകൾ പൂർണ്ണമായും പൂർത്തിയായ ശേഷമേ ആക്രമണം നടത്തിയത് കടുവയാണോ അതോ പുള്ളിപ്പുലിയാണോ എന്ന് വ്യക്തമാകൂ എന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. മരിച്ചയാളുടെ മൃതദേഹം ബന്ധുക്കളെ കാണിക്കാതെ പോലീസ് കൊണ്ടുപോയെന്നാരോപിച്ച് ഗ്രാമവാസികൾ വനംവകുപ്പിന്റെ വാഹനം തടഞ്ഞുവെച്ച് പ്രതിഷേധിച്ചിരുന്നു. വിവരം അറിഞ്ഞ സ്ഥലത്തെത്തിയ ഗൂഡല്ലൂർ RDO, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് എന്നിവർ പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി രംഗം ശാന്തമാക്കി. നിലമ്പൂർ അഗ്നിശമന സേനാംഗങ്ങൾക്ക് മഴക്കാല പ്രവർത്തനങ്ങൾക്ക് റെയിൻകോട്ടുകൾ വിതരണം ചെയ്തു. റോട്ടറി ക്ലബ് നിലമ്പൂർ, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നിലമ്പൂർ യൂണിറ്റ് എന്നിവർ സംയുക്തമായാണ് റെയിൻകോട്ടുകൾ നൽകിയത്. റെയിൻകോട്ട് വിതരണോദ്ഘാടനം KHRA യൂണിറ്റ് പ്രസിഡന്റ് സ്കറിയാക്കനാത്തോപ്പിൽ നിർവഹിച്ചു. നാട്ടില് നമ്മുടെ കിണറ്റിൽ ഒരു പട്ടി വീണാല് അല്ലെ ആള് കുടുങ്ങിയാല് മരത്തെ കുടുങ്ങിയാല് അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് 2018-ലും 2019-ലും ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ. ഇവരുടെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് 100% നമ്മൾ കണ്ട് പഠിച്ച് മനസ്സിലാക്കിയതാണ്. അപ്പോൾ അതിന് നമ്മളോട് ഇതിനു മുമ്പും KHRA, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് റെയിൻകോട്ട് ആയിക്കോട്ടെ. നമുക്കറിയാം, ഇന്ന് നമ്മുടെ തെക്കൻ ജില്ലകളിലെല്ലാം വെള്ളപ്പൊക്കം വന്നിട്ട് ദുരിതത്തിലായി ഓരോ സംഘടനകളും, ഈ സംഘടനകൾ മുഴുവൻ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ചടങ്ങ് റോട്ടറി ക്ലബ്ബ് നിലമ്പൂർ പ്രസിഡന്റ് ഉസ്മാൻ തോരത്ത് ഉദ്ഘാടനം ചെയ്തു. ഫയർ സ്റ്റേഷൻ ഓഫീസർ KP ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി CG റെജി, M ഷാനവാസ്, ഡോക്ടർ കേദാർനാഥ്, അബ്ദുൽ സമദ്, വിനോദ് P മേനോൻ, RP സുബ്രഹ്മണ്യൻ, KHRA നിലമ്പൂർ യൂണിറ്റ് സെക്രട്ടറി ഷാനവാസ് സിറ്റി പാലസ്, വൈസ് പ്രസിഡന്റ് അബ്ദുള്ള, ബീന എംപയർ, ഫയർ സ്റ്റേഷൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ K യൂസഫ് അലി, ജീവനക്കാരായ നിഷാന്ത്, മാർക്കോസ്, രമേശ്, രവീന്ദ്രൻ, അജിത്, നിഖിൽ തുടങ്ങിയവർ സംസാരിച്ചു. വിശുദ്ധ റബീഉൽ അവൽ മാസത്തിന്റെ വരവേൽപ്പിന്റെ ഭാഗമായി നിലമ്പൂർ മണലൊടി തഖ്വ മസ്ജിദിന്റെ കീഴിൽ സംഘടിപ്പിച്ച ശുചീകരണ ദൗത്യം മാതൃകാപരമായി. മസ്ജിദ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ മുതിർന്നവരും യുവാക്കളും കുട്ടികളും കൈകോർത്താണ് ക്ലീൻ വില്ലേജ് സീറോ വേസ്റ്റ് എന്ന ശീർഷകത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തിയത്. പ്രദേശത്തെ മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യുകയും വീടുകളിലും പൊതുയിടങ്ങളിലും സീറോ വേസ്റ്റ് എന്ന ആശയം പ്രാവർത്തികമാക്കേണ്ടതിന്റെ
ആവശ്യകത ഉണർത്തുകയും ചെയ്തു. മണലോടി പള്ളിയുടെ പരിസരങ്ങളും സമീപത്തെ പ്രധാന റോഡുകളും പൂർണ്ണമായും ശുചീകരിച്ച് മനോഹരമാക്കി. പരിസ്ഥിതി സൗഹൃദപരമായ സന്ദേശം സമൂഹത്തിന് നൽകുക എന്നതായിരുന്നു ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം. നാടിന്റെ നന്മയ്ക്കായി പ്രദേശത്തെ മുഴുവൻ ആളുകളും ജാതി മത ഭേദമന്യേ ഒന്നിച്ചിറങ്ങിയപ്പോൾ അത് ഗ്രാമത്തിന് തന്നെ ഒരു പുത്തൻ ഉണർവായി മാറി. വരും ദിവസങ്ങളിലും പ്രദേശത്തെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കുമെന്ന് മഹല്ല യൂത്ത് വിംഗ് ഭാരവാഹികൾ അറിയിച്ചു. വരവേൽക്കാൻ വേണ്ടിയിട്ട് നാടും വീടും മനസ്സും ശരീരങ്ങളൊക്കെ ഒത്തൊരുമിച്ചുകൊണ്ട് അൽഹംദുലില്ലാ നമ്മുടെ കേക്കനേറനാട്ടിലെ മണലോടി തഖ്വ മസ്ജിദിൻ്റെ കീഴിൽ നമ്മുടെ നാട്ടിലെ യുവാക്കളും കൂട്ടുകാരും യൂത്ത് വിങ്ങൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് അൽഹംദുലില്ലാ വിശുദ്ധ റബീഇൻ്റെ വരവേൽപ്പിൻ്റെ സന്ദേശമായി പരിസരങ്ങളും സീറോ വേസ്റ്റ് സീറോ വില്ലേജ് എന്ന ശീർഷകത്തിൽ അൽഹംദുലില്ലാ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരും സഹോദരങ്ങളൊക്കെ ഒരുമിച്ച് കൂടി നാടിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിസരങ്ങളിൽ ക്ലീൻ ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടെ നമ്മൾ ഇറങ്ങിത്തിരിച്ചതാണ്. അൽഹംദുലില്ലാ എല്ലാ ആളുകളോടും അവരുടെ ഊർജവും അധ്വാനവും അവരുടെ സമയവും പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ച ദിവസം അവരെല്ലാ നിലക്കും വിശ്രമിക്കേണ്ട ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മമാസമായ വിശുദ്ധ റബീഇനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് എല്ലാ കൂട്ടുകാരും അണിചേർന്നു. മഹല്ല് ഖാസി അബ്ദുൾ റഷീദ് ഷക്കാഫി ഉദ്ഘാടനം നിർവഹിച്ചു. ഉവൈസ് ഉസ്താദ്, യൂത്ത് വിംഗ് ഭാരവാഹികളായ മുഹമ്മദ് ഷാഫി, റനീസ് കവാട്, മുഹമ്മദ് അഫ്സൽ, സക്കീർ വണ്ടിക്കാരൻ, നിയാസ് മുള്ളുത്തി, ഹനീഫ, മുസ്തഫ വലിയകത്ത്, അജ്മൽ, അജ്നാസ്, മുനീർ, ഷാഹിദ് പുന്നപ്പാല, അനീസ്, ഷറഫ് അലി, മഹല്ല് ഭാരവാഹികളായ അബൂബക്കർ പാതിരാപ്പറ്റ, നാസർ കുമ്പങ്ങാടൻ, ഖാലിദ്, റഷീദ് മിൽമ എന്നിവർ നേതൃത്വം നൽകി. വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് മോഡൽ CDSന്റെ നേതൃത്വത്തിൽ പൂവത്തിപ്പോയിൽ പെറ്റൽസ് ബാലസഭയിലെ കുട്ടികൾ സൈക്കിൾ സന്ദേശ റാലി നടത്തി. വഴിക്കടവ് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പൂവത്തിപ്പോയിൽ വാർഡ് മെമ്പറുമായ മുജീബ് എരഞ്ഞിൽ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ബാലസഭയുടെ ഓഗസ്റ്റ് മാസത്തെ കാർബൺ ന്യൂട്രൽ എന്ന തീം അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന്റെ മുഴുവൻ പഞ്ചായത്തിലും വെഹിക്കിൾ ഡ്രൈ ഡേ ചലഞ്ച് നടത്തുന്നതിന്റെ ഭാഗമായാണ് കുട്ടികൾ സൈക്കിൾ സന്ദേശ റാലി നടത്തിയത്. CDS ചെയർപേഴ്സൺ എലിസബത്ത് മാത്യു അധ്യക്ഷത വഹിച്ചു. ADS ചെയർപേഴ്സണും വഴിക്കടവ് പഞ്ചായത്ത് ബാലസഭ RPയുമായ ഷാഹിമ മുഖ്യ വിഷയാവതരണം നടത്തി. പൂവത്തിപ്പോയിൽ അങ്ങാടിയിൽ നിന്നും തുടങ്ങിയ പ്രോഗ്രാം വാർഡിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സന്ദേശയാത്ര നടത്തി. സിദ്ദിഖ് നെയ്വാതുക്കൽ, ഉമ്മർ അരഞ്ഞിയിൽ, ജാസിർ ഷാ, റമീഫ് എന്നിവർ പങ്കെടുത്തു. പ്രദേശവാസികളുടെയും പൂവത്തിപ്പോയിൽ യൂത്ത് ക്ലബ് അംഗങ്ങളുടെയും സഹകരണത്തോടെ നടത്തിയ പരിപാടിക്ക് സാമൂഹിക വികസന കൺവീനർ സമീറ നന്ദി പറഞ്ഞു. നിലമ്പൂർ എംപ്ലോയീസ് സഹകരണ കൺസ്യൂമർ സ്റ്റോറിന്റെ 38ാമത് ഓണച്ചന്തയ്ക്ക് തുടക്കമായി. നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ഓണച്ചന്തയുടെ ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും നിർവഹിച്ചു. ചടങ്ങിൽ NECCS പ്രസിഡന്റ് K മോഹനൻ അധ്യക്ഷത വഹിച്ചു. പൊതുവിപണിയിലെ വിലക്കയറ്റം തടഞ്ഞു നിർത്തി കുറഞ്ഞ നിരക്കിൽ ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുവാൻ സഹകരണ സ്ഥാപനങ്ങൾക്ക് കഴിയുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അവാർഡ് വിതരണവും നടന്നു. നിലമ്പൂർ CI BS ബിനു, സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജോബി ജോസഫ്, സഹകരണ അസിസ്റ്റന്റ് ഡയറക്ടർ സുജാത T എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ E പത്മനാഭൻ, P ശിവാത്മജൻ, M മനോജ്, K അനീഷ്, VV രാജേഷ്, വിനോദ് പാറക്കൽ, വിജയൻ പുലിക്കോട്ട്, ഷാജഹാൻ, V രാജേന്ദ്രൻ, സുമേഷ്, അഷ്റഫ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. NECCS സെക്രട്ടറി PC നന്ദകുമാർ സ്വാഗതവും ഡയറക്ടർ P രജനി നന്ദിയും പറഞ്ഞു. തൃക്കേക്കുത്ത് ശ്രീ ശിവക്ഷേത്രത്തിന് ഭണ്ഡാരം സമർപ്പിച്ചു. ക്ഷേത്രം തിരുമേനി പ്രമോദ് ഇമ്രാന്തിരി പൂജാകർമ്മങ്ങൾ നിർവഹിച്ചു. നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലഘട്ടം നമുക്കറിയാം, നമ്മളെല്ലാം ഈ കറൻസി ഉപയോഗം മെല്ലെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ഡിജിറ്റലായിട്ട് UPI ആയിട്ട്, ഗൂഗിൾ പേ ആയിട്ട്, അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് അങ്ങനെ പല രീതിയിലാണ് നമ്മൾ ട്രാൻസാക്ഷൻ പണമിടപാട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഭഗവത് സന്നിധിയിലും നമ്മളിവിടെ സാധാരണ ഭണ്ഡാരം ഇരിപ്പുണ്ട്. അതിലുപരിയായി നമ്മുടെ QR കോഡ് സ്കാൻ ചെയ്ത് ഭഗവാന് കാണിക്ക അർപ്പിക്കാനുള്ള സൗകര്യമാണ് ബാങ്ക് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇത് കേരള ഗ്രാമീണ ബാങ്ക് നടപ്പിലാക്കിയിട്ട് 1 വർഷത്തിലേറെയായി. കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിലും നമ്മുടെ നിലമ്പൂര് തന്നെ നമ്മൾ ഈ ഭാഗത്തുള്ള പ്രധാന ക്ഷേത്രങ്ങളിലൊക്കെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഈ തൃക്കേക്കുത്ത് മഹാദേവന്റെ സന്നിധിയിൽ ഇത് സമർപ്പിക്കുന്നതിൽ ബാങ്കിനും ജീവനക്കാർക്കും
അതിയായ സന്തോഷമുണ്ട്. കേരള ഗ്രാമീണ ബാങ്ക് നിലമ്പൂർ ശാഖാ മാനേജർ വിക്ടൂർ ശങ്കർ, ബാങ്ക് സ്റ്റാഫ് അംഗങ്ങളായ പാറക്കോട്ടിൽ നാരായണൻ, സുമേഷ്, നീരജ, നാരായണൻ, അനൂപ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് പാറക്കൽ നാരായണൻ ഭണ്ഡാരം ഏറ്റുവാങ്ങി. ക്ഷേത്രം സെക്രട്ടറി കൊരമ്പയിൽ ഗോപി സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് ആലങ്ങാടൻ രതീഷ്, ജോയിന്റ് സെക്രട്ടറി രാമകൃഷ്ണൻ, മറ്റ് കമ്മിറ്റി അംഗങ്ങളും 100ഓളം ഭക്തജനങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. നിലമ്പൂർ മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിൽ ഏകദിന രാമായണ പാരായണം നടത്തി. നടുവത്ത് ജാനകിയമ്മ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ 5 മണിക്ക് ലളിതാ സഹസ്രനാമത്തോടുകൂടിയാണ് രാമായണ പാരായണം ആരംഭിച്ചത്. വൈകുന്നേരം 7 മണിക്കാണ് അവസാനിച്ചത്. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് പി രാമസ്വാമി, സെക്രട്ടറി MK ബാലകൃഷ്ണൻ, ഭരണസമിതി അംഗങ്ങളായ K കുശലൻ, ബിനു S നായർ, M ശിവരാജ്, KS ഉണ്ണികൃഷ്ണൻ, മാതൃസമിതി അംഗങ്ങളായ തങ്കം ബാലഗോപാൽ, C രമാദേവി, C ശാന്ത, P വിജയകുമാരി, ജലജ, KS പ്രേമ എന്നിവർ നേതൃത്വം നൽകി. സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ അംഗത്വ ക്യാമ്പയിൻ നിലമ്പൂരിൽ ആരംഭിച്ചു. അംഗത്വ ക്യാമ്പയിന്റെ ഭാഗമായി നിലമ്പൂർ കോവിലകത്തുമുറി യുണൈറ്റഡ് ക്ലബ്ബിൽ യോഗം ചേർന്നു. സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ നിലമ്പൂർ യൂണിറ്റാണ് യോഗം സംഘടിപ്പിച്ചത്. അനി മാനസിന്റെ സ്വാഗത ഭാഷണത്തോടെയാണ് യോഗം ആരംഭിച്ചത്. MC ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നിലമ്പൂർ യൂണിറ്റ് സെക്രട്ടറി K അരുൺകുമാർ വിശദീകരണം നടത്തി. ചന്ദ്രിക സിസ്റ്റർ, സോമസുന്ദരൻ, രഘുറാം, ജോയ് P ജോൺ, E ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. സതി രാമചന്ദ്രനെ കോർഡിനേറ്ററായി തിരഞ്ഞെടുത്തു. കോവിലകത്തുമുറി ഭാഗത്തു നിന്നും പരമാവധി പേരെ അംഗങ്ങളാക്കുവാൻ തീരുമാനിച്ചാണ് യോഗം അവസാനിച്ചത്. ശോഭിക വെഡ്ഡിംഗ്സിൽ ഓണം ക്യാമ്പയിന്റെ ഭാഗമായി ട്രെൻഡ് ഓണം ട്രഡീഷൻ ഓണം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള ഓണം ക്യാമ്പയിൻ ലോഗോ പ്രകാശനം ചെയ്തു. നിലമ്പൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ലോഗോ പ്രകാശനം ചെയ്തു. ഓണത്തിന്റെ കാലാതീതമായ പാരമ്പര്യം നിലനിർത്തുന്നതിനോടൊപ്പം പുതിയ ഓണം ട്രെൻഡുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്ന ശോഭിക വെഡ്ഡിംഗ്സിനെ പത്മിനി ഗോപിനാഥ് അഭിനന്ദിച്ചു. നിലമ്പൂർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുംതാസ് ബാബുവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുസ്തഫ കളത്തുംപടിക്കലും ആശംസകൾ നേർന്ന് സംസാരിച്ചു. നിലമ്പൂരിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ശോഭിക വെഡ്ഡിംഗ്സ് ഒരു മുതൽക്കൂട്ടായി പ്രവർത്തിക്കുന്നതായി ഇരുവരും അഭിപ്രായപ്പെട്ടു. ശോഭിക വെഡ്ഡിംഗ്സ് സ്റ്റോർ മാനേജർ ഷാക്കിർ, ഷോറൂം ഇൻചാർജ് ഷാജി പടിഞ്ഞാറ് വീട്ടിൽ, HR എക്സിക്യൂട്ടീവുമാരായ ഷാഹിനു, ശിഖ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ ജീവനക്കാരും ഉപഭോക്താക്കളും പങ്കെടുത്തു. ഓണം ക്യാമ്പയിനോടനുബന്ധിച്ച് ജീവനക്കാരെയും ഉപഭോക്താക്കളെയും ഉൾപ്പെടുത്തി വിവിധ പരിപാടികൾ നടത്തി. ഓണത്തിന്റെ പാരമ്പര്യവും പുതുമയുമുള്ള ട്രെൻഡുകളും സമന്വയിപ്പിച്ച് ഉപഭോക്താക്കൾക്ക് വ്യത്യസ്തമായ ഓണാനുഭവം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രെൻഡ് ഓണം ട്രഡീഷൻ ഓണം ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.